ഹായ് ഗായ്സ്, അങ്ങനെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ നേരെ ഗ്യാരേജിൽ പോകണം, ഗ്യാരേജിൽ വണ്ടി ഇടണം, എന്നിട്ട് ഹോമിലേക്ക് പോകണം. അപ്പം അതിൻ്റെ വിശേഷം കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ബാക്കി വീഡിയോ ചെയ്യാം. ഇപ്പം നേരത്തെ കൂടെ തിരക്കും ഒന്നുമില്ലാത്തൊരു റോഡല്ല, ഇനിയിപ്പം തിരക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. സ്റ്റാൻഡും കാര്യങ്ങളും കിട്ടിയതിന് ശേഷം കണ്ടിന്യൂവേഷൻ കൊടുക്കാം, കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഒക്കെ ചെയ്യാം. അപ്പം ഓക്കെ ഗായ്സ്, ബൈ. നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി അവിടെ അങ്ങ് അറ്റം വരെ, അങ്ങ് ആ മതിൽ കണ്ടോ, അവിടുത്തെ ആ ഒരു അറ്റം വരെ അത് ഫില്ലാകാനുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ നിരത്തുന്ന ബസ്സുകൾ ഫില്ലാവും, ലൈനിൽ ട്രാക്കിലിടും. എല്ലാ ട്രാക്കിലോട്ട് കഴിയുമ്പോഴത്തേക്ക് മൊത്തം ഫില്ലാവും. അപ്പം നമുക്ക് നേരെ റൂമിലേക്ക് പോകാം. ഇന്നത്തെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ബസ് റോങ് ആയിട്ടാണോ മാർക്ക് ചെയ്തേക്കുന്നതെന്നൊരു ഡൗട്ട്. നമുക്ക് വെളിയിറങ്ങി നോക്കാം. ലെറ്റ്സ് ഗോ ഗൈസ്, നമുക്ക് പോകാം. ബാഗൊക്കെ എടുത്തിട്ട് ഇച്ചിരി ചരിഞ്ഞാണ് ഗൈസ്. അല്ലേ, ഇവിടെ മഴ പെയ്യുവാണ് ഗൈസ്, മഴ പെയ്യുവാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് റൂമിലേക്ക് എത്തണം. ഭയങ്കര തണുപ്പുണ്ട്. ഓട് നനഞ്ഞുകൊണ്ടിരിക്കുക. മഴ പെയ്യാൻ കണ്ട ശ്രമം പഞ്ചിങ് ചെയ്യാനുള്ള ടൈമായിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ അവിടെ അതിനകത്താണ് പഞ്ച് ചെയ്യാനുള്ള ടൈമായിട്ടില്ല. ബസ്സുകളൊക്കെ വന്ന് കയറുന്നത് ഇന്ന് നമ്മൾ ഇത്തിരി കൂടുതൽ നേരത്തെയാണെന്ന് തോന്നുന്നു. കാരണം സാധാരണ ഫസ്റ്റ് റാക്കിൽ കിട്ടത്തില്ല. നമ്മൾ തേർഡ് റാക്കോ അല്ലെങ്കിൽ സെക്കൻഡ് റാക്കൊക്കെ കിട്ടത്തുള്ളൂ. ബസ്സുകളൊക്കെ വന്ന് കയറുന്നതാണ്. എന്താ കച്ചടക്കം. നാട്ടിലൊക്കെ ആണെങ്കിൽ അതിലൂടെ കുത്തിത്തിരിച്ച് ഇതിലൊക്കെ കുത്തിത്തിരിച്ചൊക്കെ കേൾക്കേണ്ട ആൾക്കാരായിരുന്നു. നമ്മൾ റൂമിലേക്ക് പോവാണ് ഗൈസ്. എന്നാ തണുപ്പ്, എന്നാ തണുപ്പ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ മഴ പെയ്യുന്നത്? ആ കാണുന്നതാണ് നമ്മളെ റൂം. ഏതെങ്കിലും ബസ്സൊക്കെ ഇതുവഴി പോകുമായിരുന്നെങ്കിൽ നമുക്ക് കയറി പോകാമായിരുന്നു. പക്ഷെ ആരെയും കാണുന്നില്ല. ഫ്ലൈറ്റ് പോകുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ
കണ്ടില്ലേ, ഫുള്ള് മങ്ങി കിടക്കുന്നുണ്ടൊന്നും കാണാൻ വയ്യ. കാർമേഘത്തിനകത്തൂടെ ഒക്കെ ആയിരിക്കും പോകുന്നത്. ആരും ഇല്ല കേട്ടോ പോകാൻ പറ്റും. ഇങ്ങോട്ട് ബസ്സുണ്ടായിരുന്നു, ഈ മഴ നനയേണ്ട ആവശ്യമില്ല. ചില ബസ്സുകളൊക്കെ നമ്മളുടെ ഈ റൂമിൻ്റെ അവിടം വരെ വരും, സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് അത് റൂമിൽ വെക്കാൻ വേണ്ടിയിട്ട് ആ ബസ്സുമായിട്ട് ഗ്യാരേജിൽ പോകാതെ നേരെ റൂമിൽ വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ബസ്സിലൊക്കെ കയറിയിട്ട് അവിടെ പോയി ഇറങ്ങാം. ഇപ്പം മഴയുള്ളതുകൊണ്ട് പിന്നെ ചൂട് സമയത്തും നമ്മൾ ഇങ്ങനെ കയറി പോകാറുണ്ട്. കാര്യം ചൂട് ഭയങ്കര ചൂടാണ്. കഴിഞ്ഞ വർഷം കൊണ്ട് 51, 53 ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് ഈ തണുപ്പിൻ്റെ കഥ പറഞ്ഞാൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ടൊക്കെ തന്നെ ആയി. ചൂട് സമയത്ത് വേണ്ട ഇങ്ങനെയൊന്നും നടക്കാൻ പറ്റത്തില്ല, നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. വേഗം നടക്കാം. വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക റൂമിൽ. നമുക്ക് ബിൽഡിങ്ങുകളിലേക്ക് ഇവിടെ വെള്ളം ടാങ്കിൽ നിന്ന് നിറയ്ക്കാൻ വേണ്ടി വന്നിട്ടുള്ള ബസ്. പക്ഷെ ബസ്സൊന്നും 6 മിനിറ്റ് ആയില്ലേ. ഇത് ഒരു 4 വർഷം പഴക്കമുണ്ടെന്ന് തോന്നി ബസ്. നമ്മളുടെ മുമ്പുള്ള മോഡലാട്ടോ, നമ്മളുടെ ബസ്സിൽ മുമ്പുള്ള. ഇത് ചങ്കരൻ എന്നായിരുന്നു അറിയപ്പെടുന്നതല്ല, അതിൻ്റെ കമ്പനിയുടെ പേര് ചങ്കരൻ. ഞാൻ ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മലയാളീസ് ഇട്ട പേരായിരിക്കും, സ്നേഹം കൊണ്ടിട്ട പേരായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ മനസ്സിലായത് ഈ ബസ്സിൻ്റെ ഓൾറെഡി ഇതിൻ്റെ ബസ്സിൻ്റെ പേര് ചങ്കരൻ എന്നാണ്. ഇത് ചൈന ബസ്സാട്ടോ. പക്ഷേ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ ബക്കാലയാണ് ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ ബക്കാല, ചെറിയ ബക്കാല. അത്യാവശ്യം സാധനങ്ങൾ, ഒരുവിധപ്പെട്ട ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ അവിടെ കിട്ടും. പിന്നെ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ കാണുന്നതാണ് എൻ്റെ റൂം. അവിടെയാണെങ്കിൽ ഈ ഫോണിന് റേഞ്ചും കാണത്തില്ല, ഒന്നും കാണത്തില്ല. ഇപ്പം അതുകൊണ്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ചിലപ്പോൾ നാളെ ആയിരിക്കും. ഭയങ്കര തണുപ്പ്. ഇതാണ് റൂമിലേക്ക് പോവാം ഗൈസ്. ഗൈസ് ആരും വന്നിട്ടില്ല ഗൈസ്. ചാവിയില്ലല്ലോ ഭഗവാനെ, ഇതെല്ലാം ലേറ്റായി. ചാവി എടുത്തില്ല ഗൈസ്. ബാക്കി വീഡിയോ നമുക്ക് എടുക്കാം. ഞാനൊന്ന് ബാത്റൂമിലൊക്കെ ഒന്ന് പോയിട്ട് ടാറ്റ ഗൈസ്, ബൈ. എനിക്ക് ഓഫറിന് കിട്ടിയതാ, സീരിയസ്ലി എനിക്ക് ഓഫറിന് കിട്ടിയതാ. ഓഫറിന് 500 വിൽസ്. ചുമ്മാതല്ലേ, നമ്മളെ തള്ളുന്നല്ലേ ഗൈസ്. ഇവര് ഞാനും ചാവി എടുത്തില്ല, ഇയാളും തുറന്നിട്ടില്ല. ചാവി എടുത്തില്ല, അതാ ഞാൻ പെട്ടുപോയത്. എന്തോ ചെയ്യാനാ. നമ്മളെ ഫ്രണ്ടിന്റെ റൂമിന്റെ ചാവി തന്നിട്ടുണ്ട്. ബാ ഇവിടെ ഇരിക്കാം, ബാ. ചാവി എന്ന് ഇതിന്റെ ചാവി എന്നാ, തണുപ്പടിക്കണ്ടല്ലോ. സൂലജ് വെളിയിക്കുന്നു, വാ നമുക്ക് അവിടോട്ട് ഇരിക്കാന്ന്. തണുക്കുന്ന എനിക്കാ. ഉണ്ടോ ചാവി? എന്നാ അവിടെ ഞാൻ ഇതൊന്ന് വെച്ചിട്ട് വരട്ടെ, അവനൊരു ഷാമ്പു വെച്ചിട്ട് വരട്ടെ. പിന്നെ നോക്കാത്ത അവിടെ ഇതെന്താ പോടാ. ഷൂട്ടുണ്ടെങ്കിൽ കയറി
കണ്ടു കഴിഞ്ഞാൽ ചീത്ത വിളിക്കും. സൂര്യൻ്റെ വീട്ടിൽ ഇതല്ലേ? ഓക്കെ, നമ്മളുടെ റൂം തുറക്കുന്നുണ്ടാവും. അവർ വന്നായിരുന്നെങ്കിൽ നമ്മളുടെ കുറച്ച് അത് നമ്മുടെ കൂട്ടുകാരാട്ടോ. ഇതാണ് വണ്ണാൻ്റെ ഉള്ളി വിനീഷ്. വ്ളോഗ് ഇടുന്നുണ്ട്, വ്ളോഗ്. ചീത്ത വിളിക്കാന് പിന്നെ എന്താണ് എനിക്ക് ആ പറഞ്ഞത് ഇപ്പൊ ആ പറഞ്ഞത് ഇപ്പൊ നമ്മള് റൂമിലേക്ക് കയറട്ടെ ഗൈസ്. അയ്യോ, ഇല്ല, ഞാൻ ചിന്തിച്ചില്ല ഗൈസ്. ഞാൻ ഈ ചാവിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ആണ് അതുവഴി ചാടി വരാൻ കേട്ടോ. ഞാനും പറയരുതെന്നാണ് പറഞ്ഞേക്കുന്നത്, പക്ഷേ ഞാൻ ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ. പിന്നെ അതുവഴി ഇറങ്ങി വരാം. ഇതാണ് എൻ്റെ കട്ടിൽ. ഇതാണ് റിമലിൻ്റെ കട്ടിൽ. ഇവിടെ നിന്നൊക്കെ വരാനുണ്ട്. ഇവിടെ കുണുമാണ്ടിയുടെ കട്ടിൽ. ഇത് കുണുമാണ്ടി വരുന്നേ ഉള്ളൂ. ഇത് സ്ഥലമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഗൈസ് ഇങ്ങനെ വലിച്ചു വാരി ഇട്ടേക്കുന്നത്. പിന്നെന്താ ഇത്? എവിടെ ഉണ്ടായിരുന്നു? അതാ പെട്ടെന്ന് നോക്കാൻ കയറിയില്ല. പക്ഷെ അത് കാര്യമായിട്ടോ. ഞാനിപ്പോൾ അവിടെ തണുപ്പടിച്ച് അവിടെ ഇരിക്കണ്ടായിരുന്നു. ഞാൻ ആദ്യം സൂര്യൻ്റെ അടുത്ത് പോയി. സൂര്യൻ പിന്നെ കീ തന്ന് അവൻ്റെ റൂമിൽ. അവനപ്പം മറ്റേ മേളിൽ ഇങ്ങനെ തുണി കഴുകിക്കൊണ്ടിരിക്കുക. പിന്നെ അവിടുന്ന് ഞാൻ വന്ന് പിന്നെ അവൻ്റെ റൂമിൽ കയറാന്ന് വെച്ചപ്പോൾ വിനീഷ് വന്നു. എന്താ റെക്കോർഡാ? പറഞ്ഞോ എല്ലാരും കേക്കട്ടെ. പോസ്റ്റ് ആക്കിയില്ലേ ഇന്ന്? തുണിയൊക്കെ കയറ്റി അങ്ങോട്ട് വെച്ചിട്ട് ഒരു കുറച്ചു നേരം കിടക്കാം. അടുത്ത പണിക്ക് പോകണ്ടതാ. ഓ ദൈവമേ, ഇന്ന് പോണമല്ലോ. സോനിന് പനിയൊന്നും ഇല്ല. സോനിന് ഇന്ന് മുക്കിക്കൊണ്ട് പോകും. എനിക്കിന്ന് പറയാൻ വോയിസ് ഇല്ല കേട്ടോ. ഇന്നലെ ഞാൻ പോകാത്തോണ്ടേ. ശരിയാ, അങ്ങനെ ഷൂട്ടുണ്ട് ചാടിക്കൊക്കെ പാടാക്കി. അത് മൊത്തം അഴുക്കാണ്. പേടിക്കേണ്ട ഗൈസ്, അകത്ത് ഷോർട്സ് ഉണ്ട്. അല്ല, ഷോർട്സ് ഉണ്ട്. ഇല്ലില്ല, ചീത്ത വിളിക്കുന്നതൊക്കെ നമ്മൾ സൗണ്ട് ഇങ്ങനെ കേൾക്കും. പിന്നെ പിള്ളേരെ ഒന്നും കേൾപ്പിക്കാൻ പറ്റില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ കേൾപ്പിക്കും. അടുത്ത കുറച്ച് ആൾക്കാർ വരാനുണ്ട്. പിന്നെ മിച്ചമൊന്നും ഇരിക്കില്ലോ, എല്ലാം കഴിഞ്ഞു. വേറൊരു സാധനമുണ്ട്, അലുവ ഇരിപ്പുണ്ട്. അലുവ ഇതൊന്ന് പിടിച്ചേ. അല്ലേ വേണ്ട, ഞാൻ പോയിട്ട് വരും. കളഞ്ഞിട്ട് വരും. യൂസ് ഡസ്റ്റ്ബിൻ. എല്ലാവരെയും പരിചയപ്പെടുക. വരുന്നതേ ഉള്ളൂ കേട്ടോ.